ഹലോ ഗായ്സ്, ഇന്നെൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. പിന്നെ എനിക്കിന്ന് വീട്ടിൽ പോകാനായിട്ട് സാധിച്ചില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. ഞാനിപ്പോൾ ഒരു ആൽബത്തിൻ്റെ വർക്കിലാണ്. അത് കാരണം കൊണ്ട് ചിന്നനോടൊന്നും ഞാൻ വരില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നാലും ലേറ്റ് ആയാലും മാക്സിമം വീട്ടിലെത്താൻ നോക്കണം. ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഇപ്പോൾ ചിന്നുണ്ട് വീട്ടിലെത്തിയേക്കാണ്. അപ്പോൾ എൻ്റെ ആൽബത്തിൻ്റെ ഷൂട്ടിംഗ് കുറച്ച് ലോങ് ആയിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഇന്ന് എത്താൻ സാധിക്കുമെന്ന് വിചാരിച്ചതല്ല. അപ്പോൾ എന്തായാലും ഞാൻ ചിന്നു വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ എത്താൻ സാധ്യതയില്ല, കാരണം ലേറ്റ് ആവും, ഷൂട്ടിംഗ് കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ ലേറ്റ് ആയി, അത് കാരണം എത്താൻ സാധ്യതയില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കാരണം കൊണ്ട് ആളാകെ വിഷമിച്ചിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും ഞാനൊരു സർപ്രൈസ് എന്നുള്ള രീതിയിൽ ലേറ്റ് ആയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാൻ ഓടിക്കത്തിച്ച് വന്നിട്ടുണ്ട്. കേക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം. Oh no! എന്നോട് പറഞ്ഞില്ല വരുന്നത്. ഈ കേക്ക് ഏതാണോ എനിക്ക് ഇഷ്ടപ്പെട്ടത്? പിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേക്കാണ് റെഡ് വെൽവെറ്റ്. പക്ഷെ ഇതല്ല. ഓക്കെ, മുറിച്ചോ. മമ്മിക്ക് കൂടെ ഒരു കഷ്ണം കൊടുക്കണം, ആസ്വദിച്ച് മമ്മിക്ക് കൊടുക്കണ്ട. അവിടെ വീഡിയോ എടുത്തിരിക്കും, ലാസ്റ്റ് കൊടുത്താൽ മതി മമ്മി. അപ്പൊ അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞു. അപ്പൊ ഞാനിന്ന് വരുന്ന ചിന്നനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാൻ നേരം വൈകും, അത് കാരണം വരാൻ സാധ്യതയില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാലും മമ്മിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വരുന്നു. ഒരു 7 മണിയായപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞു ഞാനിന്ന് വരാൻ സാധ്യതയുണ്ടെന്ന്. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു മമ്മീനെ. ഫുഡ് റെഡി ആക്കില്ല. അപ്പൊ ഞാൻ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഗിഫ്റ്റ് ഒന്നും മേടിക്കാണ്ട് വന്നതിൽ വിഷമല്ലേ നിനക്ക്? അയ്യോ, അതില് പേടിക്കണ്ട, സ്നേഹമായിരിക്കും അവരുണ്ടാവും. ഗിഫ്റ്റ് മാത്രം നീ ചോദിക്കരുത്. കേക്ക് വേണം. ഇനി ഞങ്ങൾക്കൊരു സർപ്രൈസ് തട്ടെ, നീ പ്രതീക്ഷിക്കാത്തൊരു സർപ്രൈസ്. കണ്ട, സത്യം പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു. ചിന്ന കേക്ക് മുഴുവൻ കഴിക്കില്ലേ?
എന്റെ വക ഗിഫ്റ്റ് ഭാര്യക്ക് കൊടുക്കാൻ തിരിച്ചില്ലേ ഗിഫ്റ്റ്? മൊത്തം കഴിച്ചു. അതുകൊണ്ട് അപ്പൊ ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ് കൈസ്. ചിന്നൊരു തിരിച്ച് ഒന്നുമില്ല, വേറെ ഗിഫ്റ്റ്, സ്പെഷ്യൽ ഗിഫ്റ്റ്, നീ പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റ്. കൈ കിട്ടാറ്റ വേഗം കൈ കഴിട്ടോ, പറ്റിക്കാനാണ് കൈസ്. സ്പെഷ്യൽ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഓടിപ്പോയി കൈ കഴിയിട്ട് വരില്ലേ പാവം. ഞാൻ വെറുതെ പറ്റിക്കാൻ പറഞ്ഞു, പിന്നെ സത്യം പറ്റിക്കാൻ പറഞ്ഞു. ഞാൻ ഈ നേരത്ത് വരുമ്പോൾ ഇവിടെ നിന്ന് ഗിഫ്റ്റ് മേടിക്കാൻ ഞാൻ 3 ദിവസമായിട്ട് കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഇന്നാണ് എന്നെ കണി കാണുന്നത് പുറത്ത്. സത്യം അടുത്ത കൊല്ലം മേടിച്ചാൽ അടുത്ത പോലെ ഇതിനോട് പലിശ അടക്കാൻ മേടിക്കട്ടാ. അത് കുഴപ്പമില്ല, പലിശ അടക്കം ഗിഫ്റ്റ് തരാം. ഞാനപ്പോൾ ചിന്നുവിന് ഗിഫ്റ്റൊന്നും വെഡിങ് ആനിവേഴ്സറി ആയിട്ട് കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് വിഷമം ഉണ്ടായെങ്കിൽ കൂടി അവൾ അങ്ങനെ വിഷമം കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. എന്നാലൊരു സർപ്രൈസായിട്ട് ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് അവൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഞാൻ അവൾക്കത് കൊണ്ട് കൊടുക്കട്ടെ. ചിന്നു മോളെ ഗിഫ്റ്റ് വെഡിങ് ആനിവേഴ്സറി. ഇത് ഞാനൊരു ബോക്സ് എടുത്തിട്ട് വന്നതാ. എന്തുകൊണ്ടല്ലോ അത് ഞാനൊരു ബോക്സ് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടു വന്നു എനിക്ക് തരാനായിട്ട്. അത് ബോക്സ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും പ്രതീക്ഷിക്കരുത്. ചിന്നു ഭയങ്കരമായിട്ട് സന്തോഷിക്കില്ല, പാവത്തിന് വിഷമിക്കില്ല അല്ലേ? ഞാനത് ബോക്സ് മാത്രമേ ഉള്ളൂ. അതിൽ ഞാൻ എന്തോ ഒരു ചിന്നു എങ്ങനെയുണ്ട് സംഭവം കൊള്ളാം, പക്ഷെ വളരെ വലിയ മോതിരാട്ടാ. എനിക്ക് കറക്റ്റല്ലേ, പാകല്ലേ? നിങ്ങളിപ്പോ ഈ മോതിരം ഇങ്ങനെ ഞാൻ ഇടാം. മമ്മിക്ക് ഇഷ്ടമായ മോതിരം? പക്ഷെ അതിനത് മോതിരല്ലല്ലോ, അതിനൊരു ടെക്നിക്ക് ഉണ്ട്. നീ ക്യാമറ ചിന്നു ഞാൻ വെഡിങ് ആനിവേഴ്സറി ഞാൻ മേടിച്ചൊരു ഗിഫ്റ്റ് ആണ്. അപ്പൊ ഞാൻ ചിന്നുവിന് ഇതാണ് ഞാൻ മേടിച്ചത്. അപ്പൊ ഞാനത് എന്താ വെച്ചാൽ ചിന്നു വിചാരിച്ചത് മോതിരാണ്, സത്യത്തിൽ ഇത് മോതിരല്ല. പിന്നെ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. മോതിരായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, വളയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വളയായി മാറും. ഇതാണ് അതിന്റെ ടെക്നിക്ക്. മോതിരായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, വളയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് സംഭവം കൊള്ളാലോ. ഞാൻ ഇത് കണ്ടിട്ടുണ്ട് വീഡിയോസിൽ, ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ഏട്ടന്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ്. ഇതെന്താ ഇങ്ങനെ പറയുന്നത്? എക്സ്പെക്ട് ചെയ്തില്ല ഏട്ടനായോട് എന്നെ പറ്റിച്ചതൊക്കെ കൊള്ളാലോ. അപ്പൊ അടുത്തോടെ ഇട്ടോളൂ. കറക്റ്റ് നിന്റെ കൈന്റെ ഇതിനാക്കട്ടെ. ഇത് നമ്മുടെ കൈന്റെ അളവിന് യൂസ് ചെയ്യാം. നമുക്ക് ഇത് അഡ്ജസ്റ്റ് കൈ പുറക്കും ചെയ്യാം. കൈ കറക്റ്റ് പിടിക്കും. അതിങ്ങനെ കയറ്റിട്ട് നമ്മുടെ കൈയിന്റെ അളവിന് നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ പ്രസ് ചെയ്യാം. ഞാൻ പിടിക്കാം, നീ കഴിഞ്ഞ് പ്രസ് ചെയ്യാം. ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊടിഞ്ഞു പോകും. അത് കാരണം പതുക്കെ നിന്റെ ഒരു ഷേപ്പിനനുസരിച്ച് നിങ്ങൾ അത് പ്രസ് ചെയ്യാം. സംഭവം കിടുവായിട്ടുണ്ട്. നീ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഗിഫ്റ്റ്? അപ്പൊ ഏട്ടൻ മേടിച്ചെന്ന ഗിഫ്റ്റ് ഇഷ്ടമായ? ഗിഫ്റ്റ് ഒന്നുമില്ല. ഗിഫ്റ്റ് ഒന്നും വേണ്ട, നീ തന്നെ ഒരു ഗിഫ്റ്റ് അല്ലേ എനിക്ക്. വെറുതെ പറയുന്നത്. പിന്നെന്താണ്, മമ്മിക്ക് ഇഷ്ടമായിരിക്കും. അതുകൊണ്ടാണ് എനിക്ക് പിന്നെ ഒരു ഭംഗി കുറവ് തോന്നിയത്. അവിടെ ചെറുതാക്കി ഇങ്ങനെ ഇട്ടുണ്ടെങ്കിലോ അതെത്ര ചെറുതാക്കാം വലുതാക്കാം. ഈ വേണമെങ്കിൽ വല്ല ഫംഗ്ഷന് മുമ്പ് മറ്റേ സുധാമേമന്റെ പോലെ നമുക്ക് മോതിരായിക്കിടണേ, എല്ലാം കൂടി മിക്സ് ആയിട്ട് എന്തെങ്കിലും ആവട്ടെ. സൂപ്പർ ഗിഫ്റ്റ് ആയിട്ടുണ്ട് വിഷ്ണു. അമ്മയ്ക്ക് ഇഷ്ടമായി, ചിന്നു ഇഷ്ടമായി. ഞാൻ ഈ ഗിഫ്റ്റ് ഇഷ്ടപ്പെടുമോ ഡൗട്ടായിട്ട് വന്നു. ആരും പ്രതീക്ഷിക്കില്ല അതില്ലേ? പ്രതീക്ഷിക്കാത്തന്നെയാണല്ലോ സർപ്രൈസ്. ഇതാണ് എന്റെ ഈ വട്ടത്തെ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ്. അടുത്ത വട്ടം അതിൽ നല്ലത് മേടിക്കണമെന്നാണ് ആഗ്രഹം.
നമ്മുടെ ഫാമിലിക്ക് അപ്പൊ നമ്മുടെ യൂട്യൂബേഴ്സിന്റെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ അടുത്തോട്ട് എന്തെങ്കിലും നല്ല ഗിഫ്റ്റ് മേടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാവരും നല്ല രീതിയിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മുന്നോട്ട് നല്ല രീതിയിലൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളെ. നമുക്ക് ഇനി ബിരിയാണി ഫുഡ് ഫുഡിന്റെ കാര്യം വെച്ചിട്ട് വേഗം വന്നു. ഫുഡിന്റെ കാര്യത്തിൽ സുന്ദരിക്കുട്ടിയെ സുന്ദരിക്കുട്ടിയെ ഫുഡ് കഴിക്കണ്ടേ? സ്പെഷ്യലായിട്ട് എന്തിനാ ഫുഡ്? ഹൈദരാബാദി നിങ്ങളുടെ വീഡിയോ ഈ ഗിഫ്റ്റ് തരേണ്ട ഒരു എക്സൈറ്റ്മെന്റ് മറന്നുപോയത്. നിങ്ങളുടെ ഹൈദരാബാദി ബിരിയാണി എങ്ങനെ ഞാൻ അടിച്ചു പറ്റിട്ട് ഞാൻ അപ്പൊ നമുക്ക് മമ്മി ഉണ്ടാക്കിയ സ്പെഷ്യൽ ദം ബിരിയാണി എങ്ങനെ നോക്കിട്ട് വരാം ഗൈസ്. നമുക്ക് നമ്മുടെ ഹൈദരാബാദ് ബിരിയാണി പൊട്ടിച്ചാലോ? നമ്മളെ വെയിറ്റിംഗ് ആണ്. പൊട്ടിക്ക് വെക്കും വെള്ളം നിലക്കല്ലേ. ഫുഡ് കഴിക്കാണ്ട് വന്നത് കൊഴപ്പില്ലേ, ഭാഗ്യെന്ന് പറയാം. കഴിച്ചു നോക്കിട്ട് പറയാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. പിന്നെ ചിന്നുവിന്റെ വീഡിയോ കണ്ട് അതുകൊണ്ട് നന്നായിട്ട് ഇളക്ക്. നല്ല സ്മെല്ലുണ്ട്. നല്ലത് എനിക്ക് കഴിക്കുമ്പോ പറയാം. എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ സ്പെഷ്യൽ ഹൈദരാബാദ് ബിരിയാണി. അപ്പൊ എനിക്കല്ലേ? നമുക്ക് അപ്പൊ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ സ്പെഷ്യൽ ഹൈദരാബാദ് ബിരിയാണി ഇവിടെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് കഴിച്ചു നോക്കിയിട്ട് ഇതിന്റെ അഭിപ്രായം ഞാൻ പറയാം. കഴിച്ചു നോക്കണ്ട ഞാൻ പറയില്ലേ, കഴിച്ചു നോക്കിയിട്ട് ഞാൻ ഗൈസ് ഫുഡിന്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതാണ്. വേഗം വിശക്കുന്നുണ്ട്, ഞാൻ കഴിക്കേണ്ടതാണ്. വേഗം സെർവ് ചെയ്യും. അപ്പൊ എന്തായാലും മമ്മിയുടെ സ്പെഷ്യൽ ഹൈദരാബാദ് ബിരിയാണി ഒന്ന് കഴിച്ചോട്ടെ, എന്നിട്ട് ഞാൻ അഭിപ്രായം പറയാം. ഞാൻ ആദ്യം ഇത് കഴിച്ചു നോക്കില്ല ഗൈസ്. നല്ല വിശപ്പുണ്ട്. ചെല്ലും ഉണ്ടാക്കി അത്രയ്ക്കില്ല, സംഭവം കൊള്ളാം, അടിപൊളിയുണ്ട്. നമുക്ക് എന്തായാലും ഇന്നത്തെ ദിവസം അടിപൊളിയായി. വീഡിയോ വൈൻഡപ്പ് ചെയ്യാനല്ലേ. അപ്പം എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെല്ലാ വട്ടം പറയണ മാതിരി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പം ഇനി വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരൊക്കെ ബൈ. Mm-hmm.